വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മേഖല. 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മേഖലയാണ് വർക്കല ക്ലിഫ് ആണ്. ഏതാണ്? വർക്കല ക്ലിഫ്. 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മേഖല വർക്കല ക്ലിഫ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റാണ് ഭാരത് എൻക്യാപ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റ് ഭാരത് എൻക്യാപ്. ലോകത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ 10G നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യമാണ് ചൈന. ലോകത്തിലെ ആദ്യ വാണിജ്യ 10G നെറ്റ്വർക്ക് അവതരിപ്പിച്ച രാജ്യമാണ് ചൈന. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ജേഴ്സി സ്പോൺസർ അപ്പോളോ ടയേഴ്സ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ജേഴ്സി സ്പോൺസർ അപ്പോളോ ടയേഴ്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ജേഴ്സി സ്പോൺസർമാർ ആരാണ്? അപ്പോളോ ടയേഴ്സ് ആണ്. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ചത് ടി പത്മനാഭനാണ്. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ ആരുടേതാ? ടി പത്മനാഭൻ. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിച്ച നേതാവ്, മതനേതാവ് ആരായിരുന്നു? അത് ഫ്രാൻസിസ് പാപ്പയായിരുന്നു അല്ലേ. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിച്ച നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് പാപ്പയാണ്. G7 ഉച്ചകോടി അഭിസംബോധന ചെയ്ത ആദ്യത്തെ മാർപ്പാപ്പ ചോദിച്ചാൽ അത് ഫ്രാൻസിസ് പാപ്പയാണ്. അറേബ്യൻ ഉപദ്വീപ് സന്ദർശിച്ച ആദ്യത്തെ പാപ്പ ചോദിച്ചാലും ആര് തന്നെയാണ്? ഫ്രാൻസിസ് പാപ്പ തന്നെയാണ്. യെസ്, ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ചത് ടി പത്മനാഭൻ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റത് അമിത് ഖരെയാണ്. ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റത് അമിത് ഖരെയാണ്. ഒന്നുകൂടെ പറയാം. 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മേഖലയാണ് വർക്കല ക്ലിഫ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റാണ് ഭാരത് എൻക്യാപ്. ലോകത്തിലെ ആദ്യ വാണിജ്യ 10G നെറ്റ്വർക്ക് ആരംഭിച്ചത് ചൈന. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ജേഴ്സി സ്പോൺസർ അപ്പോളോ ടയേഴ്സ്. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ ടി പത്മനാഭൻ്റേത്. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റത് അമിത് ഖരെയാണ്. താങ്ക് യു.